നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. 2023 ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ നടന്ന ആക്രമണങ്ങളിൽ പങ്കെടുത്ത 100 ഹമാസ് പോരാളികൾക്ക് വധശിക്ഷ നൽകാനുള്ള നിയമപരമായ നീക്കങ്ങൾ ഇസ്രയേൽ മന്ത്രിമാർ ആരംഭിച്ചു. പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും നീതിന്യായ മന്ത്രി യാരിവ് ലെവിനും ഇത് സംബന്ധിച്ച പ്രത്യേക സൈനിക കോടതി സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തി. അറസ്റ്റ് ചെയ്ത 450 അൽ-ഖസാം ബ്രിഗേഡ് അംഗങ്ങളെ വിചാരണ ചെയ്യാനാണ് നീക്കം. ഇവർക്കായി വധശിക്ഷ നടപ്പിലാക്കാൻ ഫയറിംഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചേക്കും. മുമ്പ് നാസി ഉദ്യോഗസ്ഥൻ അഡോൾഫ് ഐച്ച്മാനെ വിചാരണ ചെയ്തതിന് സമാനമായ രീതിയിൽ പ്രത്യേക ട്രൈബ്യൂണൽ വഴി വിചാരണ നടത്താനാണ് ആലോചന. എന്നാൽ ഇത്തരം പരസ്യ വിചാരണകൾ ഇസ്രയേലിന്റെ ഗാസയിലെ സൈനിക നടപടികൾക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് വേദിയാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇറ്റാമർ ബെൻഗ്യൂറിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് വധശിക്ഷയ്ക്കായുള്ള നിയമനിർമ്മാണത്തിന് സമ്മർദ്ദം ചെലുത്തുന്നത്. നിലവിൽ 9500-ലധികം പലസ്തീനികൾ ഇസ്രയേൽ ജയിലുകളിലുണ്ട്. ഇവരുടെ തടങ്കൽ സാഹചര്യങ്ങൾക്കെതിരെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടെ ജയിലുകളിൽ തടവുകാർ കലാപത്തിന് മുതിർന്നേക്കുമെന്ന് ജയിൽ സർവീസ് കമ്മീഷണർ മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ യുദ്ധത്തിനിടെ അവശേഷിച്ച പൊട്ടാത്ത വെടിക്കോപ്പുകൾ പൊട്ടിത്തെറിച്ച് ഒരു ബാലൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ഒരു പാർപ്പിട സമുച്ചയത്തിലാണ് അപകടമുണ്ടായത്. ഇതിനു പുറമെ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ഒരു വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് സലീം കുടുംബത്തിലെ 60 പേരുടെ മൃതദേഹങ്ങൾ 3 ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ സിവിൽ ഡിഫൻസ് ടീം കണ്ടെടുത്തു. പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അഴുകിയ നിലയിലായിരുന്നു. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ഇസ്രയേലിന്റെ കനത്ത ബോംബാക്രമണം ഇപ്പോൾ നടക്കുകയാണ്. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് ഇസ്രയേലിന്റെ ശക്തമാർന്ന ബോംബാക്രമണം നടക്കുന്നത്. ഹിസ്ബുള്ളയിലെ അംഗങ്ങൾക്ക് പരിശീലനം നടത്താൻ സംഘം ഉപയോഗിച്ചിരുന്ന സൈനിക കോമ്പൗണ്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളും ലോഞ്ചിംഗ് സൈറ്റുകളുമാണ് ആക്രമിച്ചതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. തെക്ക് റിഹാൻ പർവ്വത മേഖലയിൽ നിന്ന് തുടങ്ങി സിറിയയുടെ അതിർത്തിയിലുള്ള വടക്കുകിഴക്കൻ ഹെർമൽ മേഖല വരെയാണ് വ്യോമാക്രമണങ്ങൾ നടന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം ഈ മാസാവസാനമാണ് അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള പിന്മാറേണ്ടത്. വെടിനിർത്തൽ നിരീക്ഷിക്കുന്ന അവലോകന സമിതി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. അതിനിടെ വെടിനിർത്തലിൽ മധ്യസ്ഥരായ ഫ്രാൻസ്, സൗദി, US എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ലബനൻ സേനാ മേധാവിയുമായി പാരീസിൽ ചർച്ച നടത്തി. ഹിസ്ബുള്ളയുടെ നിരായുധീകരണം വേഗത്തിലാക്കാനുള്ള നടപടികളുടെ അന്തിമ രൂപരേഖ തയ്യാറാക്കാനായിരുന്നു ചർച്ച. വടക്കൻ ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ വ്യാഴാഴ്ച ഒരു ഇസ്രയേലി അധിനിവേശ സൈനികൻ കൊല്ലപ്പെട്ടതായി അൽ അറബി TV റിപ്പോർട്ട് ചെയ്തു. എന്നാൽ മരണ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല. പലസ്തീൻ സ്രോതസ്സുകളെ ഉദ്ധരിച്ചാണ് അൽ അറബി ഈ വാർത്ത നൽകിയത്. ഇസ്രയേൽ സൈന്യമോ ഇസ്രയേൽ മാധ്യമങ്ങളോ ഈ റിപ്പോർട്ടിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ജനസംഖ്യയുടെ കാര്യത്തിൽ ഗസയിലെ ഏറ്റവും വലിയ ക്യാമ്പാണ് ജബലിയ. എന്നാൽ വംശഹത്യയുടെ ഭാഗമായി ഇസ്രയേൽ സൈന്യം ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളെയും നിർബന്ധിതമായി കുടിയിറക്കിയിരുന്നു. നിലവിൽ ജബലിയ കിഴക്ക്, പടിഞ്ഞാറ് എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി വിഭജിച്ചിരിക്കുകയാണ്. ഇതിൽ പടിഞ്ഞാറൻ ഭാഗം യെല്ലോ ലൈൻ എന്ന് വിളിക്കപ്പെടുന്ന പരിധിക്കുള്ളിലെ പലസ്തീൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒക്ടോബർ 10-ലെ വെടിനിർത്തൽ കരാർ പ്രകാരം യെല്ലോ ലൈനിന് അപ്പുറത്തുള്ള പലസ്തീനികളെ ആക്രമിക്കില്ല എന്ന് ഇസ്രയേൽ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇസ്രയേൽ ഇതുവരെ അവിടെ 400-ലധികം പലസ്തീനികളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ കുറഞ്ഞത് 200 പേരെങ്കിലും പലസ്തീൻ പക്ഷത്തു നിന്നുള്ള ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടി എന്ന പേരിലാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു. അതേസമയം ഇസ്രയേൽ 100 കണക്കിന് തവണ വെടിനിർത്തൽ ലംഘിച്ചതായി പലസ്തീനികൾ ആരോപിക്കുന്നുമുണ്ട്. എന്നാൽ പലസ്തീൻ പക്ഷം കരാർ ലംഘിച്ചതിന് തെളിവുകൾ നൽകാൻ ഇസ്രയേലിന് ആയിട്ടില്ല. യെല്ലോ ലൈനിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള പലസ്തീനികൾക്കെതിരായ ഇസ്രയേൽ ആക്രമണങ്ങൾ ഇപ്പോൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പലസ്തീൻ പ്രതിരോധ വിഭാഗങ്ങളെ പ്രകോപിപ്പിക്കുകയും അതുവഴി വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടം നടപ്പിലാകുന്നത് തടസ്സപ്പെടുത്തുകയുമാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. 2023 ഒക്ടോബർ 7 മുതൽ ഗസയിലെ പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തിവരുന്ന വ്യവസ്ഥാപിതമായ വംശഹത്യയിൽ ഇതുവരെ 70,600-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും കുറഞ്ഞത് 1,10,000 പേർക്കെങ്കിലും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 9,500 പലസ്തീനികളെ കാണാതായിട്ടുമുണ്ട്. യുദ്ധത്തിനിടയിൽ ആയിരക്കണക്കിന് പേരെ തട്ടിക്കൊണ്ടുപോവുകയും ഇസ്രയേൽ ജയിലുകളിൽ അതിക്രൂരമായ സാഹചര്യങ്ങളിൽ തടവിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗസ വെടിനിർത്തൽ കരാർ നിരന്തരം ലംഘിക്കുന്ന ഇസ്രയേൽ നടപടി സമാധാന പദ്ധതിക്ക് വൻ തിരിച്ചടിയാണെന്നാണ് മധ്യസ്ഥ രാജ്യമായ ഖത്തർ പറയുന്നത്. കരാറിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ചുവടുവയ്പുകൾ വേഗത്തിലാക്കണമെന്നും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹിമാൻ ബിൻ ജാസിം അൽ ഥാനി പറഞ്ഞു.
വാഷിംഗ്ടണിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഖത്തർ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന തങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നും മാനുഷിക സഹായം ഗസയിലേക്ക് എത്താൻ ഇനിയും വൈകരുതെന്നും ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2 മാസത്തിലേറെ നീണ്ട വെടിനിർത്തൽ കരാർ 800ഓളം തവണയാണ് ഇസ്രയേൽ ലംഘിച്ചത്. ഇതുവഴി 394 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1075 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊടും ശൈത്യത്തിന്റെ പിടിയിലായ ഗസയിൽ ജനജീവിതം കൂടുതൽ ദുരിതപൂർണമാണെന്ന് വിവിധ UN ഏജൻസികൾ അറിയിച്ചു. താൽക്കാലിക അഭയകേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്ന UN അഭ്യർത്ഥനയും ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല. ഇതേസമയം ഗസയിൽ സമാധാനം കൊണ്ടുവരുന്നത് തന്റെ നേട്ടമാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറയുന്നത്. 29-ന് വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപിന്റെ നിർണായക കൂടിക്കാഴ്ച നടക്കും. ഗസയിലെ വംശഹത്യാ നടപടികളുടെ പേരിൽ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ജഡ്ജിമാർക്കും ജീവനക്കാർക്കുമെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ ദക്ഷിണ ലെബനാനിൽ ഇന്നലെയും ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. ഹിസ്ബുല്ലയുടെ ആയുധശേഖരങ്ങളും പരിശീലന കേന്ദ്രങ്ങളും അടക്കമാണ് ആക്രമിച്ചതെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു. അതേസമയം കനത്ത അതിശൈത്യവും കൊടുങ്കാറ്റും ഗസയിലെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. 1 മാസം പ്രായമുള്ള കുഞ്ഞു ഉൾപ്പെടെ 13 പേർ തണുപ്പ് മൂലം മരണപ്പെട്ടു. പേമാരിയിൽ ഗസയിലെ 90% അഭയകേന്ദ്രങ്ങളും വെള്ളത്തിനടിയിലാവുകയും ആയിരക്കണക്കിന് ടെന്റുകൾ നശിക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ടെന്റുകൾ ഒന്നിനും പരിഹാരമല്ലെന്നും ജനങ്ങളുടെ അന്തസ്സും ജീവനും സംരക്ഷിക്കാൻ സുരക്ഷിതമായ വീടുകൾ നിർമ്മിച്ചു നൽകണമെന്നും അന്താരാഷ്ട്ര സമൂഹത്തോട് സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബസൽ അഭ്യർത്ഥിച്ചു. കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്ത പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യും.